ആറുവരി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന മേഖലയാണ് മലപ്പുറം കോട്ടക്കൽ രണ്ടത്താണി മേഖല. ഇവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഇവർക്ക് ഒരു അണ്ടർപാസ് വേ ഇല്ല എന്നുള്ളതാണ്. ഏകദേശം 1000-ലധികം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. വിവിധ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചു. എന്നിട്ടും ഈ ഒരു വിഷയത്തിൽ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല, അണ്ടർപാസ് വേ ഉണ്ടായിട്ടില്ല. ആ നിലയിൽ തന്നെ പ്രവർത്തനങ്ങളുമായി അതോറിറ്റി കമ്പനി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മേഖലയിലൂടെ ദേശീയപാതയുടെ താഴെ ഇത്തരത്തിൽ നിർമ്മിച്ചിരുന്ന ഡ്രൈനേജ് ആയിരുന്നു ഇവർ നടപ്പാതയായി ഉപയോഗിച്ചിരുന്നത്. ഏകദേശം കിലോമീറ്ററുകൾ താണ്ടി വേണം ഇവരെ സംബന്ധിച്ച് അണ്ടർപാസ് വേ ഇല്ലാത്തതിനാൽ തിരിഞ്ഞു വരാൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും ഉൾപ്പെടെ മറുഭാഗത്തായതിനാൽ അണ്ടർപാസ് വേ ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധി ഇവരെ നേരിടുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ഡ്രൈനേജ് ആശ്രയമാക്കിക്കൊണ്ട് ഇവരുടെ മക്കളും അതുപോലെ തന്നെ ആളുകളൊക്കെ തന്നെ മറുവശത്തെത്താൻ ഈ ഒരു ഡ്രൈനേജിനെ ആശ്രയിച്ചിരുന്നത്. ഇപ്പം മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ഡ്രൈനേജിൽ വലിയ രീതിയിൽ ചെളി നിറഞ്ഞിട്ടുണ്ട്. വെള്ളം കുത്തിയൊലിച്ചു വന്ന് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിലാണ് ഈ ഒരു കരാർ കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുന്ന നടപടിയിലേക്ക് ഈ ഒരു പ്രതിഷേധക്കാരെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഈ ഒരു ആറുവരിപ്പാത ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുന്ന ഒരു കാഴ്ചയാണ്. നാട്ടുകാരാണ് രാഷ്ട്രീയ ഭേദമന്യേ ഇവിടെ എത്തിക്കൊണ്ട് അവർക്ക് ആശ്രയമായിരുന്ന ആ ഒരു ഡ്രൈനേജിൽ ചെളി നിറഞ്ഞ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടണം, അവർക്കൊരു ഡ്രൈനേജ് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓഫീസേഴ്സിനെ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രതിഷേധക്കാർ നമ്മളോട് ചേരുന്നുണ്ട്. ഒരുപാട് പ്രതിഷേധങ്ങൾ തുടർച്ചയായി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു ഉപരോധത്തിന്റെ കാരണം എന്താണ്? ഇപ്പൊ ഞങ്ങൾ ഉപരോധിക്കുന്നത് ഈ മഴ കാരണം, അഥവാ 2 ദിവസങ്ങളായി ഈ മഴ കാരണം ഞങ്ങളുടെ എല്ലാ ഷോപ്പുകളിലേക്കും വീടുകളിലേക്കും വെള്ളം, കാരണം ഈ മഴന്റെ ഫോഴ്സ് മുഴുവൻ ഞങ്ങൾ വീട്ടിലോട്ടും ഷോപ്പുകളിലേക്കും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം മഴക്കാലത്ത് ഇതേ സംഭവിച്ചത് മൂലം ഞങ്ങൾ ഇവരോട് കംപ്ലൈന്റ് ചെയ്തിരുന്നു. 2 മാസം കൊണ്ട് അവിടെ ഡ്രൈനേജ് പണിത് ഇതിനൊരു പരിഹാരം കാണാമെന്ന് അവർ ഉറപ്പ് നൽകിയതായിരുന്നു. ഈ വർഷം അഥവാ ഇന്നലെ മിനിഞ്ഞാന്ന് മുതലുള്ള മഴയിൽ ഏകദേശം ഞങ്ങളുടെ ഷോപ്പുകൾ മുഴുവൻ രാത്രി 4 മണിക്കും 2 മണിക്കും ഞങ്ങൾ ഷോപ്പ് അടച്ച് വീട്ടിൽ പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടിലാണ്. കാരണം സംഗതി ക്ലീൻ ചെയ്യാനും വെള്ളം ഇത് എവിടേക്ക് എടുക്കും, സാധനങ്ങൾ നശിച്ചു പോകുന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വളരെ പ്രയാസത്തിൽ. കാരണം വീടുകളിലെ കിണറുകൾ മുഴുവൻ നശിച്ചു. അതുപോലെ പ്രളയ രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ വെള്ളങ്ങളും. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യത്തിൽ, കാരണം പലപ്പോഴായി പല ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ പരാതിപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം കാണാത്ത രീതിയിൽ, കാരണം വളരെ മോശമായ രീതിയിൽ, കാരണം NHIന്റെ ഈ തെറ്റായ ഈ നിർമ്മാണ രീതി കാരണം ഞങ്ങളെ അണ്ടർപാസ് മുതൽ അതുപോലെ പല പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ വലിയ പ്രയാസത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം, അഥവാ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം വെള്ളം ഞങ്ങളുടെ ഷോപ്പുകൾ മുഴുവൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് അടിയന്തരമായി പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരിക്കലും ഇതിന് പരിഹാരം കാണാതെ ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് വിട്ടുപോകുന്നതല്ല. നടപ്പാത എന്നുള്ളത് നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഡ്രൈനേജിനെ ആശ്രയിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്ത കൊടുത്ത സമയത്ത് കുട്ടികളൊക്കെ തന്നെ അതിലൂടെ നടന്നു പോകുന്ന വളരെ ദുരിതപൂർണമായ കാഴ്ച കണ്ടിരുന്നു. ഇപ്പൊ ചെളി നിറഞ്ഞ് അതിലൂടെ നടക്കാൻ പോലും പറ്റാതെ വീടുകളിൽ ഒക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ? അത് വളരെയധികം ദയനീയ അവസ്ഥയാണ്. കാരണം ഒരു പഞ്ചായത്ത് ആസ്തിയിൽപ്പെട്ട ഒരു ഭാഗമാണ് അത്. എന്നിട്ട് പോലും ഇപ്പോൾ ഈ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ആ ഭാഗത്തൂടെയാണ് വെള്ളം 2 കിലോമീറ്റർ ഉള്ളിലുള്ള വെള്ളം കംപ്ലീറ്റും ആ റോഡ് വഴി 100-100 വീടുകളിലെ ആളുകൾക്ക് വളരെയധികം വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളൊന്നും വികസനത്തിന് ഒരിക്കലും തടസ്സമല്ല, പക്ഷേ ഇങ്ങനെയുള്ള രീതിയിലല്ല വികസനം ചെയ്യേണ്ടതെന്ന് ഈ മേലുദ്യോഗസ്ഥരെന്ന് അറിയണമെന്നാണ് നമുക്ക് അറിയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വ്യാപാരികൾ 2 വർഷമായിട്ടാണ് അവർ ഇത് അനുഭവിക്കുന്നുണ്ട്. ഈ 2 വർഷമായിട്ട് അനുഭവിക്കുമ്പോൾ അവർക്ക് ഡ്രെയിനേജാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലും അധികാരികൾ കാണുന്നില്ലെന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ എന്തായാലും ഇന്ന് ഈ പല ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു മറുപടി കിട്ടാത്തത് കാരണം ഞങ്ങൾ ഇന്ന് ഇവിടെ ഉപരോധം ആയിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതാണ് രാവിലെ മുതൽ. ഞങ്ങൾക്ക് ഇന്ന് ഇതിനൊരു മറുപടി കിട്ടാൻ വേണ്ടി തന്നെയാണ്. മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ്, വ്യാപാരികളെ മാത്രമല്ല. ഈ ഉപരോധത്തെ തുടർന്ന് എന്താണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത്? ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞത്, അത് ചെയ്യുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഉപരോധം ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ വന്ന് ഇരിക്കൽ തുടങ്ങിയാണ്. എന്താണ് നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിൽ ഡ്രൈനേജിനെ ആശ്രയിച്ച് അതുപോലും ഈ നിലയിൽ ചെളി നിറഞ്ഞ സാഹചര്യത്തിലാണ് ഇങ്ങനെ പ്രതിഷേധത്തിലേക്ക് പോയതല്ലേ? 2 വർഷമായിട്ടാണ് ഇത് സ്ഥിരമായിട്ട് ഞങ്ങളിവിടെ ഒന്ന് പരാതി പറയുക, അവർ പരിഹരിക്കാന്ന് പറയാന്നല്ലാതെ ഇതിന് പരിഹാരമില്ല. പ്രായമായ സ്ത്രീകൾ, വൃദ്ധന്മാർ, അതുപോലെ കുട്ടികൾക്കൊന്നും ആ വഴി നടക്കാൻ തന്നെ സാധ്യമല്ല. വ്യാപാരികൾക്ക് മാത്രമല്ല, വ്യാപാരികൾക്ക് കച്ചവടം നടക്കുമെന്നല്ല, സാധാരണ ജനത്തിൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് നിർമ്മാണങ്ങൾ. ശാസ്ത്രീയമല്ല ആണെന്ന് അവർ പറയുന്നു.
നമുക്ക് നോക്കിയാൽ തന്നെ പറഞ്ഞു അശാസ്ത്രീയമാണ്. ഡ്രൈനേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടത് സ്ഥാപിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്തതുകൊണ്ട് മനം മടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഉപരോധത്തിലേക്ക് വരുന്നത്. ഈ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചോ? അവര് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്നവരെ ഞങ്ങളിവിടെ ഇരിക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. സംബന്ധിച്ച് അടിപ്പാത എന്നത് ഒരു പരിധി വരെ പ്രതിഷേധിച്ചിട്ടും അവരത് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ ഡ്രൈനേജിനെ ആശ്രയിച്ചു. അതും ഈ നിലയിലൊരു അവസ്ഥയിലായ സാഹചര്യത്തിൽ ഒന്നെങ്കിൽ അത് ശരിയാക്കി തരണം, അല്ലെങ്കിൽ മറ്റൊരു ഡ്രൈനേജ് വേണമെന്നുള്ളതാണ്. അല്ല, ആ ടൗണിലെ ആ ഏരിയയിൽ അവർ ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല. അപ്പോൾ കുറച്ച് വിട്ടിട്ട് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ടൗണ് കേന്ദ്രീകരിച്ച് ഫുള്ളായിട്ട് അത് ചെയ്താൽ മാത്രമേ ആ വെള്ളം ഒഴിഞ്ഞു പോവുള്ളൂ. ഇപ്പോൾ കടകളിലെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇപ്പോൾ ഈ മഴ ഇന്നിപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വെള്ളം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായും അത് തന്നെയാണ്. മാസങ്ങളായി ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഈ ഒരു നാട്ടുകാർ സംഘടിപ്പിക്കുന്നുണ്ട്. കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. അതിനിടയിൽ സ്റ്റേ വന്നിരുന്നെങ്കിലും പിന്നീട് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി കരാർ കമ്പനി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ ഏക ആശ്രയമായിരുന്ന മറുവശത്തേക്ക് കടക്കാൻ ആശ്രയമായിരുന്ന ഈ ഒരു ഡ്രൈനേജ് സംവിധാനത്തിൽ ചെളി നിറഞ്ഞ് വെള്ളം ഒലിച്ച് വീടുകളിലേക്ക് ഉൾപ്പെടെ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഉപരോധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. എന്തായാലും അത് അടിയന്തരമായി അധികാരികൾ ഇടപെടാത്ത സാഹചര്യത്തിൽ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് രണ്ടത്താണിക്കാർ ഒരുപോലെ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.